അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. പ്രധാനമായും ദുൽഹിജ്ജ 8 യൗമുത് തർബിയ, ഹാജിമാർ ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസം. ദുൽഹിജ്ജ 9 അറഫയാണ്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ കർമ്മം അത് അറഫയിൽ നിൽക്കലാണ്. ഒരാൾക്ക് അറഫയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. ലക്ഷോപലക്ഷം വിശ്വാസികൾ, ഹാജിമാർ ഒരേ സമയം ഒരു ദിവസം ഒരുമിച്ച് കൂടുന്ന ഹജ്ജിലെ നിർബന്ധമായ ഒരു കർമ്മമാണ് അൽ ഖിയാമു ബി അറഫ, അറഫയിൽ നിൽക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ആ ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജിനെത്തിയ ഹാജിമാർ അവർ നമ്മുടെ സഹോദരന്മാരാണ്. ആ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നോമ്പിൽ പ്രവേശിക്കുകയും നോമ്പുകാരായി ആ ഹാജിമാർക്കൊപ്പം പങ്കുചേരുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു നോമ്പാണ് സൗമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ 1 മുതൽ നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. അത് ദുൽഹിജ്ജ 9. ചിലപ്പോൾ മാസപ്പിറവിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് സൂര്യാസ്തമന വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ദിനങ്ങളിലായിരിക്കും പെരുന്നാൾ ഉണ്ടാവുക. അതനുസരിച്ച് അവർക്ക് എന്നാണോ ദുൽഹിജ്ജ 9 ആവുന്നത് അന്നാണ് അവർ നോമ്പ് പിടിക്കേണ്ടത്. ചിലപ്പോൾ അവർ നോമ്പ് പിടിക്കുമ്പോൾ, നോമ്പനുഷ്ഠിക്കുമ്പോൾ ഹജ്ജ് നടക്കുന്ന സൗദി അറേബ്യ ഉൾക്കൊള്ളുന്ന അറേബ്യൻ നാടുകളിൽ ചിലപ്പോൾ അവർക്ക് ദുൽഹിജ്ജ 10 ആയിരിക്കും. അവരുടെ അറഫ തലേ ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നമുക്കത് നോക്കേണ്ടതില്ല. കാരണം ലോകത്തിൻ്റെ ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് ലോകത്തുള്ള എല്ലാവർക്കും ഒരേ സമയം ഒരേ ആരാധന നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരവർക്ക് എപ്പോഴാണോ ദുൽഹിജ്ജ 9 ആവുന്നത് ആ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നോമ്പിനെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നഹ തുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ എന്നതാണ്. അറഫ സുന്നത്ത് നോമ്പ് അത് 2 വർഷങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമായി തീരും. ഒന്ന് നമ്മിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെയും മറ്റൊന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്ന വർഷത്തെയും. വിശ്വാസികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. പാപമുക്തമായ ജീവിതത്തിലൂടെ കടന്നുപോവാൻ മനുഷ്യന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ.
പാപങ്ങൾ പൊറുപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രം വന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ. ഒരു ഉംറക്ക് പോയ വ്യക്തി മഖ്ബൂലായ നിലയിൽ ആ ഉംറ നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾ, അടുത്തൊരു ഉംറ അവൻ ചെയ്യാൻ പോകുമ്പോൾ 2 ഉംറകൾക്കിടയിലുള്ള പാപങ്ങൾ അള്ളാഹു പൊറുക്കും. അതല്ലെങ്കിൽ ഈ ഉംറ ആ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ജുമുഅയെക്കുറിച്ച് വന്ന ഹദീസിൽ അങ്ങനെയുണ്ട്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തു ലിമാ ബൈനഹുമാ. ഒരു ജുമുഅയിൽ പങ്കെടുത്ത വ്യക്തി അടുത്ത ജുമുഅ വരേക്കുമുള്ള ഒരു പ്രത്യേകമായ ഒരു പദവി, ഒരു മഹത്വം അവന് ലഭിച്ചിട്ടുണ്ട്. അതെന്താണ്? അതിനിടയിൽ സംഭവിക്കുന്ന എല്ലാ ചെറുദോഷങ്ങളും അവനക്ക് പൊറുക്കപ്പെടുമെന്നതാണ്. ഇങ്ങനെ എല്ലാ നിസ്കാരങ്ങളും അങ്ങനെയാണ്. ഒരു ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ അത് അടുത്ത ഫർദ് നിസ്കാരം വരെയുള്ള പാപങ്ങൾ, അതിനിടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഇതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ്, അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ്. എന്താണ് മബ്റൂറായ ഹജ്ജ്? ഹദീസിൽ തന്നെ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ലാ റഫസ ഫീഹി വലാ ജിദാൽ. മറ്റ് അനിഷ്ടകരമായ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ, അപാകതകളൊന്നും സംഭവിക്കാതെ. ഹജ്ജ് ഏകമായി ചെയ്യുന്ന ഒന്നല്ല. ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടി ആ മനുഷ്യർക്കിടയിലൂടെ സഞ്ചരിച്ച് അങ്ങനെ തൊട്ടും ഒരുമയും മറ്റു മനുഷ്യർക്കൊപ്പം നിർവഹിക്കുന്നൊരു സാമൂഹ്യമായ വലിയ ഒരു സംഘടിതമായ ആരാധനയാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ പടച്ചവനോട് മാത്രമല്ല, പടപ്പുകളോട് നമുക്ക് ബാധ്യതകളും കടപ്പാടുകളുമുണ്ട് എന്നറിയിച്ചുകൊണ്ടാണ് ആ ഹജ്ജിൽ വലാ ജിദാൽ, മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല. മറ്റുള്ളവരുമായി തർക്കത്തിലേർപ്പെടാൻ പാടില്ല. മറ്റുള്ളവർക്ക് നമ്മെക്കൊണ്ടൊരു വേദനയും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ, അവൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അവൻ്റെ സമീപനങ്ങളെ, പെരുമാറ്റത്തെയൊക്കെ മാറ്റി എഴുതുന്ന, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഹജ്ജ്. അത്തരം ഹജ്ജാണ് അൽ ഹജ്ജുൽ മബ്റൂർ എന്ന് പറയപ്പെടുന്നത്. ആ മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ അതിന് മറ്റൊരു പ്രതിഫലമില്ല എന്നതാണ്. അതായത് സ്വർഗം മാത്രമാണ് അതിൻ്റെ പ്രതിഫലം. ആ സ്വർഗമാണല്ലോ ഒരാൾക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഖറജ കവലദിൻ യൗമ വലദത്തുഹു ഉമ്മുഹു. അവൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ജീവിതം അതൊരു പുതിയ ജീവിതമാണ്. അത് ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള ജീവിതമാണ്. പാപങ്ങളില്ലാത്ത ഒരു പുതുയുഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ദിവസത്തിൻ്റെ മഹാത്മ്യം കണക്കിലെടുത്ത് നോമ്പെടുക്കുകയും തക്ബീർ ചൊല്ലുകയും അതുപോലെ തന്നെ ബലികർമ്മത്തിൽ പങ്കാളികളാവുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും എല്ലാ ദിവസവും രാത്രി കഴിയുമെങ്കിൽ വൽ ഫജ്രി സൂറത്ത് ഓതുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ ദിവസങ്ങളുടെ മഹത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.